ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചാശ്വസിപ്പിച്ച ഒരേയൊരു നേതാവായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പറയുമ്പോൾ ഒട്ടും അതിശയിക്കേണ്ട. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നന്മയും ഹൃദയവിശാലതയും. ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ ഒരേപോലെ ക്രൂശിക്കപ്പെട്ട കുടുംബങ്ങളായിരുന്നു കോടിയേരിയുടേതും ഉമ്മൻചാണ്ടിയുടേതുമെന്ന് വേദനയോടെ ബിനീഷ് കോടിയേരി ഓർക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബിനീഷ് മാധ്യമങ്ങളോട് മനസ്സ് തുറക്കുകയായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് പറഞ്ഞു. ഇത്രയധികം വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ട 2 നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വിരളമായിരിക്കും. ആക്രമിക്കുന്നവരോട് പോലും പുഞ്ചിരി സൂക്ഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചവരാണ് ഇവർ 2 പേരും. ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയ നേതാക്കന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരവും ഇവിടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുമെന്നും ബിനീഷ് പറയുന്നു. മനസാക്ഷിയെ മാനദണ്ഡമാക്കി ഒരു ജനതയുമായി നാഭീനാളബന്ധം തീർത്ത അസാധാരണ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അർബുദബാധയെ തുടർന്ന് ബംഗളൂരുവിലെ ചിന്മയ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവേ 2023 ജൂലൈ 18 പുലർച്ചെ 4:25 ഉമ്മൻചാണ്ടി വിട പറഞ്ഞത്. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് കേരളം അന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര വൈകാരികമായ ഒരു ജനതയുടെ അന്ത്യയാത്രയപ്പായിരുന്നു. ആൾക്കൂട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഊർജം. സ്വന്തം കാറിൽ പോലും ആൾക്കൂട്ടത്തെ ഉമ്മൻചാണ്ടി ഒപ്പം കൂട്ടിക്കൊണ്ടു നടന്നു. രാഷ്ട്രീയ വേട്ടയാടലുകളെല്ലാം അതിജീവിച്ച നേതാവും ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. ജനസമ്പർക്കം കൊണ്ട് ജനകീയത അടയാളപ്പെടുത്തിയ ഭരണാധികാരി. ആൾക്കൂട്ടമില്ലാതെ ഒരു ഉമ്മൻചാണ്ടിയെ ആരും കണ്ടിരുന്നില്ല. കയ്യകലത്ത് നിന്ന് കാര്യങ്ങൾ കാണാം, ചെവിയരികത്തു വന്ന് ദുരിതങ്ങൾ പറയാം. നേതാക്കളുടെ നേതാവും മണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്താൽ മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളായാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചത്. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള 10 വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും. 2ാം ഘട്ടമായി ജില്ലയിലെ 182 കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.